ഇലക്ട്രിക്കൽ വയർമാൻ സൂപ്പർവൈസർ ആൻഡ് കോൺട്രാക്ടേഴ്സ് ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ആമോദ് റാഫി ചേരുന്നുണ്ട്. ശ്രീ ആമോദ് റാഫി, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് സ്ഥിരമായി കേൾക്കുമ്പോൾ ഈ മരണത്തിലേക്ക് പോകുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത, കാരണം കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞിന് ജീവൻ നഷ്ടമായി, അതേ ദിവസം തന്നെ ഒരു മധ്യവയസ്കന് കൊണ്ടോട്ടിയിൽ ജീവൻ നഷ്ടമാകുന്നു. അപ്പം വലിയ അനാസ്ഥ ഇല്ലെങ്കിൽ ഈ വിഷയത്തിലൊന്നും ഇടപെടാൻ KCBയിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ക്ഷാമം ഉണ്ട് എന്നൊക്കെ പല ഓഫീസുകളിൽ നിന്നൊക്കെയുള്ള റിപ്പോർട്ടുകളുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. പൊട്ടി വീണ കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് മരിക്കുക എന്നുള്ളത് അത് ആരും എത്ര മറുപടി പറഞ്ഞാലാണ് ഒരു ജീവന് പകരമാവുക എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് അറിയാൻ സാധിച്ചത് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? വളരെ വ്യക്തമായ രീതിയിലുള്ള നിയമ നടപടികളും മറ്റു കാര്യങ്ങളും സുരക്ഷാ നടപടികളൊക്കെ നമുക്ക് സ്വീകരിക്കാൻ കഴിയും. ഇപ്പോഴത്തെ അവസ്ഥയിൽ KCBയിൽ 2011 മുതൽ പുതിയ നിയമനങ്ങളൊന്നും നടന്നിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനുശേഷം അവിടുത്തെ സ്റ്റാഫിന്റെ കുറവും അതുപോലെ തന്നെ KCB ഓഫീസുകളിൽ മെറ്റീരിയൽസ് ലഭ്യത വളരെ കുറവുണ്ട് എന്നും ആണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മുടെ സ്കൂളുകളിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഓരോ വർഷം കൊടുക്കുമ്പോഴും അതിന്റെ കൂടെ ഒരു ഓതറൈസ്ഡ് പേഷ്യന്റ് ഒപ്പിട്ട് നൽകുന്ന സർട്ടിഫിക്കറ്റ് കൂടി, വൈദ്യസുരക്ഷാ സംബന്ധമായ സർട്ടിഫിക്കറ്റുകളോട് കൂടി സമർപ്പിക്കണമെന്ന് 2019 മുതൽ ഒരു സർക്കുലർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയിട്ടുള്ളതാണ്. പക്ഷെ നാളിതുവരെ ഒരു സ്കൂളുകളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനോട് കൂടിയിട്ടും ഇത്തരം ഒരു സർട്ടിഫിക്കറ്റുകൾ അധികൃതർക്ക് കൈമാറിയിട്ടായി അറിവില്ല. നമ്മുടെ ഉത്തരവുകളെല്ലാം നിലനിൽക്കുന്നുണ്ടെങ്കിലും അത് യഥാസമയങ്ങളിൽ നടപ്പാക്കാൻ കഴിയാത്തതാണ് വരുന്ന ഈ അപകടങ്ങൾക്കൊക്കെ മുഖ്യ കാരണങ്ങൾ. യെസ്, മാത്രമല്ല ഇതിന്റെ എക്യുപ്മെന്റ്സ് ഇന്ന് രാവിലെ നമ്മൾ മന്ത്രിയോട് സംസാരിച്ചപ്പോൾ ഇതിന്റെ കബോർഡ് വയർ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ കേബിൾ ഇതിനൊക്കെ വലിയ ചിലവ് വരുന്ന കാര്യമാണ് എന്നൊക്കെ മന്ത്രി പറയുന്നുണ്ടായിരുന്നു. അത്രയധികം ചിലവ് വരുന്ന കാര്യമാണോ? പല സ്ഥലങ്ങളിലും നമ്മൾ കാണാറുണ്ട് മരത്തിനൊന്നും ഈ വൈദ്യുതി കമ്പി തട്ടാതിരിക്കാനൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അതൊരു ഇതിന്റെ ഭാഗമായിട്ടുള്ള കാര്യമല്ലേ? അപ്പോൾ അവിടെ ചിലവ് പറയുന്നതിൽ കാര്യമുണ്ടോ? അതെ മാഡം, ഇനീഷ്യൽ ചെലവ് അല്പം കൂടുതലാണെങ്കിലും വർഷം ടച്ചിങ്, അതായത് മരം വെട്ട് പോലത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ഇത്തരം കേബിളുകൾ, AB കേബിൾ, ഏരിയൽ ബെഞ്ചഡ് കേബിളുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരുപാട് ലാഭങ്ങളുണ്ട്. പ്രസരണ നഷ്ടം, അതുപോലെ തന്നെ അപകടങ്ങളിൽ, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഈ കേബിള് ഉപയോഗിക്കുകയാണെങ്കിൽ AB കേബിൾ, അതായത് നമ്മുടെ OH ലൈനായിട്ട് ഉപയോഗിക്കുന്ന ഏരിയൽ ബെഞ്ചഡ് കേബിൾ ABC എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ കേബിൾ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെയധികം അപകട സാധ്യതകളും അതുപോലെ തന്നെ പ്രസരണ നഷ്ടങ്ങളും കുറക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ കണക്ക് കൂട്ടുകയാണെങ്കിൽ ഈ കേബിൾ നമുക്ക് ഒരുപാട് ലാഭകരമാണ്. ശരി, വളരെ നന്ദി ശ്രീ ആമോദ് റാഫി പ്രതികരിച്ചതിന്.